ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ മഴയുടെ ശബ്ദം കേൾക്കാം കേട്ടോ. ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒന്ന് നാട്ടിൽ വന്നിട്ട് പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ. മോനിനി പിറ്റേ ദിവസം ഞങ്ങൾ കറങ്ങാൻ പോയ പിറ്റേ ദിവസം പോകാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ടൗണിലൊരു ഒരു അക്വേറിയത്തിൻ്റെ ഇതുണ്ട് സരോവരത്തിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പം ഞങ്ങളിതാ മോനും മോളും എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് പുറത്ത് ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ ഓരോരോ മീനുകളുടെയും ഒക്കെ ഇതുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ. അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഓരോരോ എന്താ പറയുക, ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന പക്ഷികളായാലും പിന്നെ ഓരോ സാധനങ്ങൾ, അതിൻ്റെയൊക്കെ പേരൊന്നും എനിക്ക് അത്ര അറിയില്ല. അപ്പം അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം ഒക്കെ കണ്ട് അങ്ങനെ ആ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതാട്ടോ. അപ്പം നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല രസമുണ്ടായിരുന്നേ. ഞങ്ങളതൊക്കെ കയറി കണ്ടു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ കണ്ട വെള്ളത്തിൻ്റെ അകത്താണിത്, അക്വേറിയത്തിൻ്റെ അകത്താണ്. അപ്പം കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര അട്രാക്റ്റീവ് ആണല്ലോ. അപ്പം മത്സ്യകന്യക ഒക്കെ പോലെ. എന്നിട്ട് കുട്ടികളൊക്കെ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ കുട്ടികളെ കൂടെ അതിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ഇതുണ്ടായിരുന്നേ. അപ്പോൾ തണുപ്പായതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഐസ്ക്രീം കഴിച്ചാൽ ഇനി തണുപ്പടിച്ചിട്ട് വല്ലതും വന്നാലോ വെച്ചു. പക്ഷേ മോള് കുറേ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയപ്പോൾ മോൾക്ക് ഭയങ്കര ക്ഷീണം വന്നു. അപ്പോൾ പിന്നെ അവൾക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു.
അങ്ങനെ അവിടെ കുറേ ഓരോന്നിൻ്റെ ഓരോ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫർണിച്ചറിൻ്റെ, പിന്നെ ഇങ്ങനത്തെ ഫാനിൻ്റെ, അങ്ങനെയുള്ള ഓരോരോ ബെഡ്ഷീറ്റുകൾ, സ്പ്രേ, അങ്ങനെയുള്ള ഓരോരോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് ഞങ്ങൾ പോയി കണ്ടു. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നോർമലി എല്ലായിടത്തുള്ള പോലെ തന്നെ ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു. ഫുഡ് സ്റ്റാളിലൊക്കെ കയറി. അപ്പം പനഞ്ചക്കരയാണിത്. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പം ഇവർ പറഞ്ഞ നല്ല ഈ നമ്മുടെ ചുക്ക് കാപ്പീൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ലതല്ലേ, അപ്പോൾ അത് ഞങ്ങൾ കുറച്ചൊന്ന് വാങ്ങിച്ചു കേട്ടോ. പനഞ്ചക്കര അത് ഡൽഹിയിലൊന്നും അങ്ങനെ കിട്ടാറില്ലല്ലോ, അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹോട്ട് വാട്ടർ ബാഗാണേ. അങ്ങനെ അതൊക്കെ നോക്കി വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഹലുവ ഉണ്ടായിരുന്നു, കോഴിക്കോടൻ ഫേമസ് ആയ അതാണല്ലോ കോഴിക്കോടൻ ഹലുവ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വീഡിയോ ജസ്റ്റ് എടുത്തുന്നുള്ളൂ. ഇതൊക്കെ ഹിന്ദിക്കാരാണ് കേട്ടോ. അപ്പോൾ അവരുടെ നമ്മളെ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഡിഷസും അവിടുത്തെ സ്നാക്സ് കാര്യങ്ങളൊക്കെ. പിന്നെ മിഠായി, നാടൻ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന നാടൻ മിഠായികളൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ബാഗുകളുടെ കുറേ ബോംബെ കമ്മലുകൾ എന്ന് പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു. ഇതാ കണ്ടോ, നല്ല നല്ല മിഠായികൾ പണ്ട് കാലത്തുണ്ടായിരുന്ന പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബെഡ്ഷീറ്റ്, കത്തികൾ ഒക്കെ ഉണ്ടായിരുന്നു. കത്തിയൊക്കെ ഭയങ്കര വില കേട്ടോ. ഇത്രയൊക്കെ വില ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കത്തിക്കൊക്കെ നല്ല കത്തിയൊക്കെ കുഴപ്പമില്ലാത്ത കത്തിയൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളെ കയ്യിലെടുക്കാനുള്ള പല സാധനങ്ങളും ഉണ്ടായിരുന്നു. വള, മാല, പൊട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ്, അങ്ങനെയല്ല. അപ്പോൾ അവൾ ഓരോന്നിനും വില ചോദിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ നമ്മുടെ ഡൽഹിയിലുള്ള അത്ര വില ഇല്ലല്ലോ, അല്ല ഡൽഹിയിലേക്കാളും കൂടുതൽ വിലയാണല്ലോ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഇത് ഞാൻ അപ്പുറത്ത് വേറെ സൈഡിലായിരുന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് ഇങ്ങനെ സീനറി ഇങ്ങനെ ഉള്ളിലിങ്ങനെ കാണുന്നതാണ്. പക്ഷെ അവൾക്ക് പേടിയായിട്ടും വയ്യായിരുന്നേ. അപ്പോൾ ആ വീഡിയോ കേട്ടോ എടുത്തത്. അപ്പോൾ പിന്നെ ഈ പാമ്പിനെ തോളത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. എനിക്ക് അങ്ങനത്തെയൊക്കെ പേടി കേട്ടോ. അപ്പം ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല അങ്ങനത്തെ പോക്കിന്. അപ്പം പിന്നെ ഇങ്ങനെ ജ്യൂസ്, നെല്ലിക്ക, കാന്താരി, കൊളസ്ട്രോളൊക്കെ ഇതിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചിരുന്നു കേട്ടോ. എനിക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട്, ഷുഗർ, കൊളസ്ട്രോളിനൊക്കെ. പിന്നെ മെലാമിൻ്റെ ഡിന്നർ സെറ്റ്, അത് കിലോ കണക്കിനാന്ന് തോന്നുന്നു അങ്ങനെ അവിടെ എഴുതി വെച്ചത്. ഞാനൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ഈ പനഞ്ചക്കര വാങ്ങിച്ചു. പിന്നെ ഈ നെല്ലിക്ക, കാന്താരിയുടെ ജ്യൂസ്, അത് മാത്രമേ വാങ്ങിച്ചുള്ളായിരുന്നു കേട്ടോ. പിന്നെ എത്തിയപ്പം ഫുഡ് സ്റ്റോളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഇവിടെ നാട്ടിലുണ്ടാകുമ്പോൾ ഏത് മേളകൾക്ക് എന്തിന് പോകുമ്പോഴും മുളക് ബജി എൻ്റെ ഒരു ഫേവറേറ്റ് കേട്ടോ. പക്ഷെ നാട്ടിൽ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അന്നൊക്കെ. അപ്പം ഞാൻ അതും ഒന്ന് വാങ്ങിച്ച്, മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് മോളും അത് ഒരു ചോക്ലേറ്റ്, ലാസ്റ്റ് അവൾ തളർന്നു, അങ്ങനെ അതും വാങ്ങിച്ചു കേട്ടോ. പിന്നെയാണ് അങ്ങനെ പോയപ്പോൾ ഈ കുലുക്കി സർബത്ത് എന്ന് പറഞ്ഞ സംഭവം കണ്ടത്. നമ്മൾ ഇതിങ്ങനെ കേട്ടെന്നല്ലാതെ ഇതുവരെ നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളതൊന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചില്ല, മോനും ചേട്ടനും ഒന്ന് നോക്കിയിട്ടോ. അപ്പോൾ അവർ അതിലെന്തൊക്കെയോ ഇട്ടിട്ട് അതിങ്ങനെ അടിക്കുന്നുണ്ട്, കുലുക്കിയിട്ട് എറിഞ്ഞിട്ട്. ഗ്ലാസ്സൊന്നും പക്ഷേ പൊട്ടുന്നേ ഇല്ല. ഞാൻ വിചാരിച്ചത് ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകുന്നതാണ്. പക്ഷേ ഗ്ലാസ്സൊന്നും പൊട്ടിയിട്ടില്ല. പക്ഷെ നല്ല ഒരു പ്രത്യേക എന്തോ ഒരു എനിക്ക് സത്യം പറയാം, എനിക്ക് ഈ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി വേറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ട് നല്ല ഇതാണെന്നൊക്കെ. ഇത് ഇതിൻ്റെ ഫ്ലേവറാണോ ഇതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഇവർ പറഞ്ഞത് എന്ത് ഫ്ലേവറാണെന്ന് എനിക്കറിയില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷെ ഇവർ ഈ സംഭവം ചെയ്യുന്നില്ല. ഇത് വോയിസ് കൊടുക്കാൻ വയ്യ. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ, കാരണം അവിടെയൊക്കെ ഫുൾ മ്യൂസിക്കായിരുന്നേ, പാട്ടുമൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ട്, അത് നല്ല രസമൊക്കെ കേട്ടോ. അവരാ എറിയുന്നതൊക്കെ. അപ്പോൾ നല്ല ഇങ്ങനെ ഗ്ലാസ് പൊട്ടുന്നൊന്നുമില്ല അവരാ എറിഞ്ഞിതാക്കുമ്പോൾ. അങ്ങനെ അത് വാങ്ങിച്ച് അച്ഛനും മോനും കൂടെ അത് വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരതൊക്കെ കുടിച്ച് പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റി. പിന്നെ മഴ പെയ്തിട്ടൊക്കെ അവിടെ ചളിയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോളും ഒന്ന് ടേസ്റ്റ് ചെയ്തു, ഞാനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഒരു സിപ്പ് നോക്കിയിട്ടുള്ളൂ, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പോകുന്നു. അപ്പം അപ്പോഴേക്കന്നെ സമയം 3:30 കഴിഞ്ഞു തോന്നുന്നു. അപ്പം പിള്ളേർക്കൊക്കെ വിശപ്പ് തുടങ്ങി. പിന്നെ അവിടെ തൊട്ടടുത്തൊരു പുതിയ സ്റ്റാൻഡിലൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ വല്ലപ്പോഴും പോകുന്നതാണ്. പിന്നെ അവിടെ നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ചോറും മീനാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. ഞാൻ എത്ര വലിയ ബിരിയാണി ആയാലും ശരി, ഞാനിത് ഇതേ കഴിക്കാറുള്ളൂ നാട്ടിൽ വന്നാൽ. അപ്പോൾ അവർ ഒക്കെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ച്
അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അറിയാലോ. ഞാൻ മിക്ക വീഡിയോകളിലും പറയുന്നത് അത് തന്നെ എപ്പോഴും പറയുന്നത്. അപ്പോൾ എന്നാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനിയും എന്താ പറയുക, എനിക്കിപ്പോൾ വീഡിയോ അങ്ങനെ പുറത്തൊക്കെ പോയി എടുക്കാനൊരു മടി എന്തോ പോലെ ആണ് കേട്ടോ. പക്ഷേ എങ്കിലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുതേ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഞങ്ങളെ കൂടെ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ വീട് കോഴിക്കോട് ടൗണിൽ തന്നെ. അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവരന്ന് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ മോൻ മാത്രം ഉണ്ടായിരുന്നു.